കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ചത് എന്ന് നമ്മൾ കരുതുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ കൊച്ചിൻ പോർട്ടിലും പട്ടത്തും നേവൽ ബേസിലും ഒക്കെ ആരാണ് പഠിക്കുന്നത്? സംസ്ഥാനത്തിന്റെ തലപ്പത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ, നിയമസഭാ ഉദ്യോഗസ്ഥരുടെ, മന്ത്രിമാരുടെ, പേഴ്സണൽ സ്റ്റാഫുകളുടെ, രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ. അവർക്ക് ഈ വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ അത് അഭിമാനമാണ്, സുരക്ഷിതത്വമാണ്, ഭാവിയുടെ ഉറപ്പാണ്. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. ഇതേ നിലവാരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം സാധാരണക്കാരായ നമ്മുടെ കുട്ടികൾക്ക് സൗജന്യമായി ലഭിക്കാൻ അതിലൊരു അവസരം വന്നാൽ അത് തടയാൻ അവർ ഒറ്റക്കെട്ടായി നിലകൊള്ളും. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന PM ശ്രീ എന്ന പദ്ധതിയെ എന്തിനാണ് കേരളം രാഷ്ട്രീയവൽക്കരിച്ച് മുഖം തിരിക്കുന്നത്? ഇത് കേവലം രാഷ്ട്രീയമാണോ, അതോ തങ്ങൾ നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ മേൽക്കോയ്മ സാധാരണക്കാരിലേക്ക് എത്തരുത് എന്ന സ്വാർത്ഥ താല്പര്യമാണോ? നമ്മൾ ഈ ഇരട്ടത്താപ്പിന്റെയും രാഷ്ട്രീയ ചൂഷണത്തിന്റെയും ഉള്ളറകൾ തുറന്നു കാട്ടാൻ പോവുകയാണ്. ഒരൽപ്പം കഴിക്കുന്ന സത്യങ്ങൾ ഉണ്ടാകാം, എങ്കിലും ഇത് നിങ്ങൾ അറിഞ്ഞേ മതിയാകും. കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ നിസ്സാരമൊന്നുമല്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു സമാന്തര വിദ്യാഭ്യാസ പ്രഭാവലയം ഇവിടെയുണ്ട്. അതാണ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ. നിലവിൽ കേരളത്തിൽ 47 PM ശ്രീ വിദ്യാലയങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഭംഗിയായി വരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചർച്ച തുടങ്ങേണ്ടത് ഈ വിശിഷ്ട സ്കൂളുകളെ കുറിച്ചാണ്. മെട്രോ നഗരമായ എറണാകുളത്തും നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തുമാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് സ്കൂൾ, നേവൽ ബേസ് സ്കൂൾ, പട്ടം കേന്ദ്രീയ വിദ്യാലയം, ഈ പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണ്? കണിശമായ അച്ചടക്കം, മികച്ച പാഠ്യപദ്ധതി, ഉന്നത നിലവാരം. ഈ മികച്ച നിലവാരമുള്ള വിദ്യാലയങ്ങളിൽ ആർക്കാണ് പ്രവേശനം ലഭിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ, IAS IPS ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതൃത്വം, കേരള നിയമസഭയിലെയും സെക്രട്ടേറിയറ്റിലെയും ഉദ്യോഗസ്ഥർ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ, ഇവരുടെ എല്ലാം മക്കൾ ഈ വിദ്യാഭ്യാസം നേടുന്നുണ്ട്. ശ്രദ്ധിക്കുക, കേരള സംസ്ഥാന ജീവനക്കാർക്ക് KV അഡ്മിഷന് സംവരണം അനുവദിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന സർക്കാർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തന്റെ കുട്ടിയെ KVയിൽ ചേർക്കാനായി പ്രത്യേക പരിഗണനയുണ്ട്. ഇതിനു പുറമെ MP മാർക്ക് പ്രത്യേക ശുപാർശകളും ക്വാട്ടകളും ഒക്കെ അനുവദിച്ചിട്ടുണ്ട്. ഈ ക്വാട്ട സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ പാർട്ടികളിലെയും നേതാക്കളും ഉണ്ട്. തങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ, അവരുടെ കുട്ടികൾ മികച്ച വിദ്യാഭ്യാസം നേടുമ്പോൾ അവർക്ക് അഭിമാനമാണ്. അത് തികച്ചും സ്വാഭാവികം. എന്നാൽ ഈ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ സൗകര്യങ്ങൾ സാധാരണക്കാരന് ലഭിക്കാതെ വരുമ്പോഴാണ്. ഇനി PM ശ്രീ പദ്ധതിയിലേക്ക് വരാം. ഈ PM ശ്രീ എന്നാൽ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ ഇത് കേവലം ഒരു സ്കൂൾ നവീകരണ പദ്ധതിയല്ല, മറിച്ച് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് ഓരോ ഗ്രാമത്തിലും ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മാതൃകകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ്. PM ശ്രീയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സാങ്കേതിക വിദ്യയും റോബോട്ടിക് ടെക്നോളജിയും, ഓരോ കുട്ടിക്കും ആധുനിക സാങ്കേതിക വിദ്യയിൽ പരിശീലനം, നൂതന വിദ്യാഭ്യാസം, കമ്പ്യൂട്ടർ ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, കളിയിലൂടെയുള്ള പഠനം, പരിസ്ഥിതി സൗഹൃദം, ഹരിത വിദ്യാലയങ്ങളായി മാറ്റാനാണ് ശ്രമം. പിന്നെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലും കുറഞ്ഞത് 2 സ്കൂൾ ഈ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 25 സംസ്ഥാനങ്ങളും ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്ത് തന്നെയായാലും കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി അവർ ഈ അവസരം ഉപയോഗിച്ചു. എന്നാൽ കേരളം എന്ത് നിലപാടാണ് എടുത്തത്? ഇവിടെയാണ് ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂൾ കേന്ദ്രത്തിന്റെ ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കണോ എന്ന രാഷ്ട്രീയ ചോദ്യം ഉയർത്തി ഇടത് വലത് മുന്നണികൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്നും അകന്നു നിന്നു. ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്, നിങ്ങളുടെ കുട്ടികൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ ക്വാട്ടയും സംവരണവും വഴി മികച്ച വിദ്യാഭ്യാസം നേടാമെങ്കിൽ അത് രാഷ്ട്രീയ ചോദ്യം ഇവിടെ ആകുന്നില്ല. അതേ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഒരു പദ്ധതി വഴി സാധാരണക്കാരന് സൗജന്യമായി ലഭിക്കുമ്പോൾ മാത്രം അത് കേന്ദ്ര ബ്രാൻഡിംഗ് ആയി മാറുന്നതിന്റെ യുക്തി എന്താണ്? തങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റൊരാൾക്ക് സൗജന്യമായി ലഭിക്കരുത് എന്ന ഫ്യൂഡൽ മനോഭാവമല്ലേ ഇത്? അപ്പോൾ വിദ്യാഭ്യാസം ഒരു എലൈറ്റ് ക്ലബായി നിലനിർത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമല്ലേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്? ഈ രാഷ്ട്രീയ വടംവലിയിൽ നഷ്ടമാകുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മികച്ച വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമായ ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് സാധാരണക്കാരുടെ കുട്ടികൾക്കുള്ള അവസരമല്ലേ? PM ശ്രീ പദ്ധതിയെ എതിർക്കുന്നതിന് വേണ്ടി ചില കോണുകളിൽ നിന്നും ഉയർന്നു വന്ന വാദങ്ങൾ തികച്ചും അസംബന്ധം എന്ന് തന്നെ പറയാം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഒരു ചാനൽ അവതാരകന്റെ പരാമർശം. PM ശ്രീ നിലവിൽ വന്നാൽ പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പശുവിന്റെ കൊമ്പുകൾക്കിടയിലെ റേഡിയേഷൻ ആയിരിക്കും. ഈ വാദം ഉന്നയിക്കുന്നവർ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരക്കാർ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ പാഠപുസ്തകങ്ങൾ പരിശോധിക്കാത്തത്? KVകളിലും നവോദയ വിദ്യാലയങ്ങളിലും പഠിപ്പിക്കുന്നത് ഇതേ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അഥവാ NEP 2020
എന്നുള്ളത് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. അതിന്റെ ചട്ടക്കൂടിലാണ്. നേവൽ ബേസിലും പട്ടത്തും പോയി അവിടുത്തെ പാഠപുസ്തകങ്ങളിൽ ചാണകവും കൊമ്പും റേഡിയേഷനും ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ അവതാരകനോ മറ്റു വിമർശകർക്കോ ധൈര്യം ഉണ്ടോ? ഇല്ല. കാരണം അവിടെ പഠിക്കുന്ന കുട്ടികൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും മക്കളാണ്. അവരെ വിമർശിച്ച തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം, വിവരം അറിഞ്ഞേക്കാം. ഈ ഇരട്ടത്താപ്പിന് നമുക്ക് ഇങ്ങനെ വിളിക്കാം. KVയിലെ NEP ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം, സിലബസ് മികച്ചതാണ്. PM ശ്രീയിലെ NEP പശുവിന്റെ കൊമ്പിലെ റേഡിയേഷൻ, വർഗീയവൽക്കരണം. വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നവർ ആദ്യം ചെയ്യേണ്ടത് രാഷ്ട്രീയം മാറ്റി നിർത്തി പാഠ്യപദ്ധതിയുടെ ഗുണനിലവാരം വിലയിരുത്തുക എന്നതാണ്. AI, റോബോട്ടിക്സ്, കോഡിംഗ് എന്നിവ പഠിക്കുന്ന ഒരു പദ്ധതിയെ ചാണക രാഷ്ട്രീയം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് ഒരു സംസ്ഥാനത്തെ മുഴുവൻ കുട്ടികളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. വിദ്യാഭ്യാസം എന്നത് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പ്രചരിപ്പിക്കാനുള്ള ഒരു ഉപകരണമായി മാറരുത്. ഇവരുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ചത് ലഭിക്കണം. സാധാരണക്കാരന്റെ കുട്ടികൾക്ക് ലഭിക്കേണ്ടത് രാഷ്ട്രീയ ഭീഷണി മുഴക്കി നിഷേധിക്കപ്പെടണം. ഇതേ കപടത നമ്മൾ ചോദ്യം ചെയ്തേ മതിയാകൂ. ഇതിനെ നമ്മൾ പ്രൊപ്പഗൻഡ എന്ന് വിളിക്കും. അത് തിരിച്ചറിയാത്തവർ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാവായ ബിനോയ് വിശ്വത്തിന്റെ പ്രൊഫൈലിൽ നിന്നുള്ള വിവരങ്ങൾ ഈ ഇരട്ടത്താപ്പിന് അടിവരയിടുന്നുണ്ട്. PM ശ്രീ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ശ്രദ്ധേയനായ നേതാവാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വിദ്യാഭ്യാസ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പത്നി വിദ്യാഭ്യാസം നേടിയത് ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ നോട്ടിംഗ്ഹാംഷെയറിലാണ്. അദ്ദേഹത്തിന്റെ മകളാകട്ടെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ്. ഈ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. സഖാവേ, 4 പതിറ്റാണ്ടോളം കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ എന്തുകൊണ്ടാണ് താങ്കളുടെ ഭാര്യയെയോ മകളെയോ ഒന്നും പഠിപ്പിക്കാതിരുന്നത്? വിദേശത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച ശേഷം അവർ നാട്ടിലെത്തി ഉന്നത ഉദ്യോഗങ്ങളിൽ എത്തുന്നത് നല്ല കാര്യമാണ്. എന്നാൽ തങ്ങൾക്ക് വേണ്ടി ലോകോത്തര നിലവാരം തേടി വിദേശത്തേക്ക് പോവുകയും അതേസമയം ഇവിടെയുള്ള സാധാരണക്കാരന്റെ കുട്ടികൾക്ക് അത്യാധുനിക വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കുമ്പോൾ ദേശീയതയുടെ പേരിലോ ബ്രാൻഡിങ്ങിന്റെ പേരിലോ രാഷ്ട്രീയ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്ത് നീതിയാണ്? ഈ ചോദ്യം ഒരു വ്യക്തിയോടുള്ള വിമർശനമല്ല, മറിച്ച് തങ്ങൾക്ക് വേണ്ടി ഏറ്റവും മികച്ചത് വേണം, പക്ഷെ സാധാരണക്കാർക്ക് അത് വേണ്ട എന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പൊതുവായ മനോഭാവത്തോടുള്ള പ്രതിഷേധമാണ്. വിദ്യാഭ്യാസത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല. വിദ്യാഭ്യാസം എന്നത് രാഷ്ട്രീയ ചർച്ചകൾക്ക് അതീതമായി ഓരോ കുട്ടിയുടെയും അവകാശമായി മാറണം. AI സാങ്കേതിക വിദ്യയും റോബോട്ടിക് ടെക്നോളജിയും ഉൾപ്പെടെയുള്ള ആധുനിക വിദ്യാഭ്യാസ രീതി ഓരോ ഗ്രാമത്തിലും സൗജന്യമായി എത്തിക്കുക എന്ന PM ശ്രീയുടെ ലക്ഷ്യം തീർച്ചയായും പ്രശംസനീയമാണ്. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ അർഹരായ കുട്ടികൾക്ക് അവസരം നിഷേധിക്കുന്ന ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകളോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ നിലപാട് വിദ്യാർത്ഥികളുടെ ഭാവിക്കെതിരാണെങ്കിൽ ഒരു കപടതയും ഇല്ലാതെ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. ദയവായി നിങ്ങളുടെ കുട്ടികളെ ഇപ്പോൾ പഠിപ്പിക്കുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ നിന്നും മറ്റു ഉന്നത നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മാറ്റുക. നിലവിൽ പ്രവർത്തിക്കുന്ന PM ശ്രീ വിദ്യാലയങ്ങളിൽ ഈ പദ്ധതിയെ ആഗ്രഹിക്കുന്ന സാധാരണക്കാരുടെ മക്കൾക്ക് മാത്രം പഠിക്കാൻ അവസരം ലഭിക്കട്ടെ. ഞങ്ങൾക്ക് വേണം, മറ്റുള്ളവർക്ക് പറ്റില്ല എന്ന ഇരട്ടത്താപ്പ് അവസാനിപ്പിച്ച് വിദ്യാഭ്യാസം എല്ലാ പൗരന്മാർക്കും തുല്യമായി ലഭിക്കാനുള്ള സാഹചര്യം ദയവ് ചെയ്തൊന്നൊരുക്കുക. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.